വെറും 500 രൂപ നമുക്ക് ഊട്ടി പോയി വന്നാലോ. ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, ട്രാവൽ എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ആണ്, റിട്ടേൺ ടിക്കറ്റ് വരെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ ചെങ്ങന്മാർക്കൊക്കെ ഷെയർ എടുത്തോളി. നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാട്ടെ നമ്മളെ ബസ്. അപ്പോൾ ഇത് മലപ്പുറം സ്റ്റാൻഡിൽ നിന്ന് കൃത്യം 4 മണിക്ക് പുറപ്പെടും. ഗൂഡല്ലൂർ വരെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ ബസ് തന്നെ 11 മണിക്ക് ഊട്ടി വരെ ഡയറക്റ്റ് ഉണ്ട് മലപ്പുറത്ത് നിന്ന്. പക്ഷേ നമ്മൾ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഗൂഡല്ലൂർ വരെ പോയിക്കാണ്ട് അവിടുന്ന് വേറെ ബസ്സിന് ഊട്ടി പോവാണ്. അപ്പോൾ നമ്മൾ ബസ് ഒരു 4:10 ആയപ്പോൾ തന്നെ നമ്മൾ മലപ്പുറത്തോട് വിട പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പേർക്ക് 286 വരിക. അപ്പോൾ ഒരാൾക്ക് 128 വരിക. അപ്പോൾ എന്തായാലും ഇനി വൈക്കടവാണ് നമുക്കൊരു 10 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈക്കടവ് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ എവിടെയും അങ്ങനെ വൈക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം, നമുക്ക് ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം. ആ സൈഡിലുള്ള പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ ഒക്കെ കുടിച്ചിട്ട് നിസ്കരിച്ചിട്ടൊക്കെ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഒരു 6:45 ആയപ്പോൾ തന്നെ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടർ ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് മലപ്പുറത്തേക്ക് തന്നെ കാര്യം പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗൂഡല്ലൂരത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്. നിങ്ങൾ രാത്രി കൊണ്ട് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ ബസ് ഉണ്ടല്ലോ 10 മിനിറ്റ് ഇവിടെ ഗൂഡല്ലൂർ നിർത്തിയിട്ട് പിന്നെ മലപ്പുറത്തേക്ക് കയറാൻ പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു അമ്മാസ് ഹോട്ടൽ എന്ന ഹോട്ടലുണ്ട്. അവിടുന്ന് 1 രൂപക്കൊക്കെ ഇഡ്ഡലി കിട്ടുമെന്ന് പറഞ്ഞേക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയേക്കാം. അപ്പോൾ ഈ അമ്മാസ് ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു സംഭവമാണ്. വെറും 1 രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടും. നമ്മൾ ഈ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് ആശ്രയിക്കുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇതാണ് അമ്മാസ് ഹോട്ടൽ. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കണോ വലിയ നമുക്ക് നോക്കാം. അവിടെ കിട്ടുമോ കിട്ടൂല എന്നൊക്കെ നമുക്ക് നോക്കാം. രണ്ടാണ് രണ്ടര 10 രൂപ. അപ്പോൾ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 5 രൂപ ഉള്ളൂ. അപ്പോൾ ഇതിൽ 1, 2, 3, 4, 5 ഇഡ്ഡലി വരുന്നുണ്ട്. 2 കറിയും വരുന്നുണ്ട്. ഉണ്ടോ നമുക്ക് കഴിക്കാൻ കഴിയും. പിന്നെ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല, നമ്മൾ നിന്നുകാണ്ട് തന്നെ കഴിക്കണം. അത് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫുഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7:10 ഇങ്ങോട്ട് വരാൻ നോക്കുക. ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഊട്ടി വരെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി വരെ എത്രയാണ് നമ്മൾ ബസ് ചാർജ് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 102 ആട്ടോ 2 പേർക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് 51. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും ഗൂഡല്ലൂരത്തെ നമുക്ക് കോടയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇവിടെ ഭയങ്കര ഭംഗിയായിട്ട് നമ്മളിപ്പോൾ ബൈക്കിന് പോയാലും ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ഓട്ടാൻ പറ്റില്ല. ഈ ബസ്സാണ് ഒന്നും കൂടി നമുക്ക് സേഫും പിന്നെ ഒന്നുകൂടി ക്ലൈമറ്റൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഊട്ടിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലക്ഷ്യം ഇവിടെ സർക്യൂട്ട് ബസ്സാണ് ബസ്സുണ്ട്. അപ്പോൾ ഇവിടെ 100 രൂപ കൊടുത്താൽ അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു പദ്ധതിയാണ്. നമുക്ക് എന്തായാലും അതുണ്ടോ നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ സിമ്പിളായിട്ട് മൂജിക്കണു. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ബസ് എന്നൊരു ബസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മെയ് മാസം മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ അജയ് സാറ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് അവിടെ ഇല്ലയെന്ന്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് മെയ് മാസം മാത്രമേ ഉള്ളൂ എന്ന്. ഇനി എന്താ പ്ലാൻ എന്ന് അറിയില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് മുതലായിക്കണല്ലേ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചിലപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ പ്ലാൻ മാറ്റിക്കാണ്ട് നമ്മൾ കോയമ്പത്തൂർ പിടിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് 4 മണി. പക്ഷെ 4 മണി എങ്ങനെ ആക്കുന്നതാണ്, കാരണം ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ടോസൊക്കെ പോകേണ്ടതെന്ന് ഞാൻ ആലോചിക്കേണ്ടത്. അല്ലാതെ മൂഞ്ചി കൊണ്ട് പറയില്ല കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സ്വന്തം ഊട്ടിയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോയേക്കാം. അവിടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ട്രെയിനിൽ കയറിയെങ്കിലും പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ട്രെയിൻ പോക്കും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ 2:45 ഇനി അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി നടക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കാരണം നമുക്ക് 4:30 തിരിച്ചിങ്ങോട്ട് തന്നെ എത്തണം. അപ്പോൾ എത്തൂല എന്നൊരു ചെറിയൊരു പേടിയുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്തേ പിടിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് കിട്ടില്ല വെച്ചിട്ട് സങ്കടപ്പെടരുത്. അപ്പോൾ നമ്മൾ എന്തായാലും
ബോട്ട് ഹൗസൊക്കെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇതേറ്റം വന്നതല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്തുകൊണ്ട് റേറ്റൊക്കെ കുറച്ച് തന്നിട്ടുണ്ട്. 40 രൂപയ്ക്ക് നമുക്ക് ബോട്ട് ഹൗസൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ട് ഹൗസിലെത്തിയിട്ട് കാണാം ഗായ്സ്. അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസിലെത്തിട്ടോ. ബോട്ട് ഹൗസിലെത്തിയപ്പോഴാണ് പണ്ടത്തെ ആരൊന്നും തിരക്കില്ല, അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കയറാം. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബോട്ടിൽ കയറാണ്. ഓക്കെ താങ്ക് യു. സമയം എത്ര? വീഡിയോന്റെ സമയം നോക്കിയാൽ മതി. അല്ല അതിപ്പോ ഇങ്ങനെ ഒന്നോ കുത്തി ഗ്യാസ് ഇതിങ്ങനെ ഡിഷോ ആ താത്താനെ കുത്തിയാലോ? സമയം വീഡിയോ എടുക്കേണ്ട സമയമുണ്ട് ഗായ്സ്. നമ്മൾ പോകുന്നു ഗായ്സ്. വളരെ മനോഹരമായ വ്യൂ ആണ്. പക്ഷെ ഇതിന്റെ വിഷയം എന്താ വെച്ചാല് കാലിപ്പോ തന്നെ കടഞ്ഞു. അരമണിക്കൂർ കൊണ്ടാണ് കയറിയതാണ്. പക്ഷെ ഇപ്പൊ തന്നെ കൊയങ്ങി വല്ല കേട്ടോ. വല്ല സ്പീഡ് ബോട്ട് എടുത്താൽ മതി ഗൈസ്. എടാ ജാമായി ഗൈസ്. കളിച്ചല്ലോ കുതിരളിച്ചല്ലോ. നടുവിലാണ് വെറുതെ കളിച്ചാന്ന് കണ്ട. ഇത് ചോട്ടിട്ട് ആടില്ല. കാക്ക ഉണ്ട്. അപ്പൊ നമ്മള് ചവിട്ടി സെന്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ സിസ്റ്റം. അതായത് നമ്മളെ സ്റ്റെയറിംഗ് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടോ ഇങ്ങനെ തിരിച്ചാൽ നമ്മൾ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് വെച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മൾ കുതിരപ്പുറത്ത് കയറാണ്. അല്ലോ മാ എന്റെ കാലുളുക്കി. അപ്പൊ നമ്മൾ ഓരോ മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്യണം. ഇതിനെത്ര മാതാളിക്കോ അതൊക്കെ സൈഡിക്കൊണ്ട് സൈഡിക്കൂടെ കൊണ്ടുപോകും. എയ്മ പിടിച്ചാ ഞാൻ അപ്പം മാറിയും. ഇങ്ങോട്ട് വാ. ഇല്ല ഇങ്ങോട്ട്. ആ ഫസ്റ്റ് ടൈം. താങ്ക് യു. അപ്പൊ ഗായ്സ് കേറിക്കോ. അപ്പൊ നമ്മളെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കിടിലേനു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. ഫുള്ള് ചാണകമാണ്. അപ്പോൾ നമ്മൾ ഈ ഫുട്പാത്ത് കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. 2:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് ഫുഡ് കഴിഞ്ഞോണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം. 5 രൂപയ്ക്ക് ചോറുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കണം. എനിക്ക് വലിയ കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബിരിയാണി കഴിക്കാനാണ് പൂതി തണുപ്പത്ത്. അപ്പോൾ എന്തായാലും ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഊട്ടിത്തെ അമ്മോസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിലോട്ട് വെച്ചാൽ നമ്മളെ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് അച്ചാർ വാങ്ങാൻ വിചാരിച്ചു. നമുക്ക് എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ വേണ്ട. ഇവിടെ ആകെ ഒരു തക്കാളി ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ 5 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ രാവിലത്തെ ഇഡ്ഡലി 1 രൂപയ്ക്ക്. എങ്ങനെ വെച്ചാൽ രാവിലത്തെ ഇഡ്ഡലി 1 രൂപയ്ക്കും ഉച്ചയ്ക്ക് 5 രൂപയ്ക്ക് ഫുഡും അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ആസ്വദിച്ച് കഴിക്കൊണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമുക്കും കിട്ടിയിട്ട് തക്കാളി ചോറ്. അപ്പോൾ കണ്ടിട്ട് തന്നെ കഴിക്കാൻ പൂതിയാവുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ ഫുള്ള് മസാലയും ഇതൊക്കെ കഴിക്കാൻ തന്നെയാണ്. ബാക്കി സൈഡും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും അച്ചാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതാണെന്ന് അറിയില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിച്ചപ്പോഴാണ് മോനെ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ പോകുന്നുണ്ട്. കാരണം ഇത് ഒരു നല്ല വെന്തുകാണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ഫുഡേനു. അപ്പോഴാണ് ഞാൻ ഈ ബസ് കണ്ടത്. ഈ ബസ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്യൂട്ട് ബസ്സാണ് ബസ്. ഇത് മെയ് മാസമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബസ് ഉണ്ടെങ്കിൽ സുഖമാണ്. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് ഊട്ടി ഏകദേശമൊക്കെ കണ്ടുവരാം. അപ്പോൾ 3:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഊട്ടി ട്രിപ്പ് ഇവിടെ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലേക്കുള്ള ബസ് കാത്തിരിക്കുകയാണ് ഇവിടെ ഊട്ടി സ്റ്റാൻഡിൽ. ഇപ്പോൾ സമയം 3:37 ആയിട്ടുണ്ട്. അപ്പോൾ 4:00 നമ്മളെ
KSRTC വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.